കായംകുളം കൊച്ചുണ്ണിക്ക് ശേഷം നിവിൻ പോളി നായകവേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മിഖായേൽ. ഹനീഫ് അദീനി സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു ത്രില്ലർ ജോണറിൽ പെടുന്നതാണെന്നാണ് ടീസർ നമുക്ക് തരുന്ന സൂചന. ഉണ്ണി മുകുന്ദനാണ് ചിത്രത്തിൽ നിവിന്റെ വില്ലൻ വേഷത്തിലെത്തുന്നത്. മിഖായേലിന്റെ കിടിലൻ ടീസറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് ചെയ്തത്. 1 മിനിറ്റും 24 സെക്കൻഡ്സുമാണ് ടീസറിന്റെ ദൈർഘ്യം. ഇന്നലെ വൈകുന്നേരം 6 മണിക്കാണ് ടീസർ റിലീസ് ചെയ്തത്. ടീസർ റിലീസ് ചെയ്ത് 15 മണിക്കൂർ ആകുമ്പോഴേക്കും ട്രെൻഡിങ്ങിൽ 2ാം സ്ഥാനത്താണ് മിഖായേൽ. ഗ്രേറ്റ് ഫാദർ, എബ്രഹാമിന്റെ സന്തതികൾ എന്നീ 2 സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം ഹനീഫ് അദീനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മിഖായേൽ. ഹനീഫ് അദീനിന്റെ മറ്റു 2 സിനിമകളിലും നിറഞ്ഞു നിന്നിരുന്നത് സസ്പെൻസ് ആണ്. ഈ ട്രെയിലർ കാണുമ്പോഴും ഈ സിനിമയിൽ എന്തൊക്കെയോ സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിനിമയുടെ കഥയുടെ ഒരു സൂചന പോലും ട്രെയിലർ നൽകിയിട്ടില്ല. പശ്ചാത്താപത്തിലൂടെ പാപിക്ക് മോചനം നൽകാൻ ഞാൻ ദൈവമല്ല, പാപത്തിന്റെ കൂലി മരണമാണ്. ഇതാണ് ടീസറിലുള്ള നിവിന്റെ മാസ് ഡയലോഗ്. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ സംഭവം ഒരു ക്രൈം ത്രില്ലർ ആകാൻ തന്നെയാണ് സാധ്യത. ജനുവരി 18 ചിത്രത്തിന്റെ റിലീസ് തീയതി. ഒരു വടക്കൻ സെൽഫിക്ക് ശേഷം നിവിൻ പോളിയും മഞ്ജിമ മോഹൻ എന്നിവർ നായകന്മാരായി എത്തുന്നു എന്നൊരു പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഉണ്ണി മുകുന്ദനാണ് ചിത്രത്തിൽ വില്ലനായി എത്തുന്നത്. ഉണ്ണി മുകുന്ദന്റെ ഗെറ്റപ്പ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സുദേവ് നായർ, സുരാജ് വെഞ്ഞാറമൂട്, സിദ്ദിഖ്, ഷാജോൺ, KPC ലളിത, ശാന്തി കൃഷ്ണ എന്നിവരും ചിത്രത്തിലുണ്ട്. കോഴിക്കോടായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ ക്യാരക്ടർ പോസ്റ്ററുകൾക്കെല്ലാം മികച്ച സ്വീകാര്യതയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത്. ഗോപി സുന്ദറാണ് ചിത്രത്തിന് സംഗീത സംവിധാനം. വിഷ്ണു പണിക്കർ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന് മഹേഷ് നാരായണനാണ് എഡിറ്റിംഗ്. മിഖായേൽ എന്ന ചിത്രത്തിന്റെ ടീസറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കാം താഴെ കമന്റിലൂടെ. അതുപോലെ തന്നെ മിഖായേൽ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും പങ്കുവയ്ക്കാം.